LDF സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ UDF സർക്കാർ അട്ടിമറിച്ചുവെന്നാരോപിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാവശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. കാവശ്ശേരി കഴനിച്ചുങ്കത്ത് സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പ്രതിഷേധ മാർച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ലീലാമാധവൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷയുറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് അവർ പറഞ്ഞു. ആ പദ്ധതികളെയെല്ലാം നാമാവിശേഷമാക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമായി മുന്നോട്ട് പോകുന്ന UDF സർക്കാർ അവരുടെ പ്രതികരണത്തെയും അവരുടെ സമീപനത്തെയും എതിർക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധ പ്രകടനം. ഈ പ്രതിഷേധം ഇതൊരു സൂചന മാത്രമാണ്. വരും കാലങ്ങളിൽ നമ്മൾക്ക് നേടിയതെല്ലാം, നമ്മൾ അനുഭവിച്ചതെല്ലാം ഓരോന്നായി നഷ്ടപ്പെടുമ്പോൾ അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ നമ്മൾക്ക് ഒരാൾക്കും സാധിക്കില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നമ്മൾ ഈ നടത്തിയ ചെറിയൊരു സൂചന സമരം. ഈ സമരം ഇനി വരും സമയങ്ങളിൽ അല്ലെങ്കിൽ ഇതിനൊരു മാറ്റവും ഇല്ലെങ്കിൽ വീണ്ടും രൂക്ഷമായിട്ടുള്ള നമ്മൾ മൊത്തം സ്ത്രീകളെയും വിളിച്ചുകൂട്ടി മൊത്തം സ്ത്രീകളെ എല്ലാവരും അണിനിരത്തിക്കൊണ്ട് നമ്മൾ ഗ്രാമാന്തരം യൂണിറ്റുകളിലും പ്രദേശങ്ങളിലും പഞ്ചായത്തുകളിലും ജില്ലകളിലും സംസ്ഥാനങ്ങളിലും എല്ലാം തന്നെ അതിഗംഭീരമായിട്ടുള്ള സമര പരിപാടികൾ ആവിഷ്കരിച്ചു പോകാനും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒരു മടിയുമില്ല. അതിന് നിങ്ങൾ എല്ലാവരും തയ്യാറാവണം. ഇത് ഒരാളുടെ വീട്ടിലേക്കുള്ള ആവശ്യമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഓരോ കുടുംബത്തിന്റെ ആവശ്യമല്ല. നമ്മുടെ കേരള സംസ്ഥാനത്തിൽ നമ്മൾ പതിറ്റാണ്ടുകളായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള സമ്പത്തുകളെ ഇല്ലാതാക്കുമ്പോൾ അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ നമുക്ക് കഴിയില്ല. ഏരിയ കമ്മിറ്റി അംഗം ശ്രീജ അധ്യക്ഷയായി. പ്രതിഷേധ പരിപാടിയിൽ ഷീജ വിശ്വംഭരൻ, ഗിരിജാരാജൻ, സംഗീത ബാബു, രമണി എന്നിവർ സംസാരിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തടസ്സപ്പെടുത്തുന്നത് സാധാരണ കുടുംബങ്ങളെയും സ്ത്രീകളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. UTV ന്യൂസ്, പാലക്കാട്.